السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. صدق الله مولانا العظيم. ذهب حسن الخلق بخيري الدنيا والآخرة. صدق رسوله الأمين. ضاقت أحاطت بنا في كل ناحية وأظلمت جللا والحمد لله. لم نرتجي كشف ضر ثم حادثتي في كل نائبة إلا من الله. فاثق به في ملمات الأمور ولا تجعل يقينك من غير الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സൽസ്വഭാവത്തിൻ്റെ പ്രാധാന്യവും മഹാത്മ്യവും പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ, ആയത്തുകൾ ആദ്യമായി നമ്മൾ വിശദീകരിച്ചു, സംസാരിച്ചു. അതിൻ്റെ പിറകെയായി സൽസ്വഭാവത്തിൻ്റെ അനിവാര്യതയും മഹത്വവും വിളിച്ചോതുന്ന ഏതാനും ചില ഹദീസുകളാണ് കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ച് നമ്മുടെ സംസാരം അവസാനിപ്പിച്ചത്. ഇക്കാര്യത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഉപദേശങ്ങൾ നൽകിയതായിട്ടു കാണാം. ഒരർത്ഥത്തിൽ നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞതിനേക്കാൾ തീവ്രമായ രീതിയിൽ, കാര്യമായ രീതിയിൽ നമ്മുടെ സ്വഭാവ സംസ്കരണത്തിൻ്റെ വിഷയം അഷ്റഫുൽ ഖൽഖ് എടുത്ത് ഉയർത്തി പറഞ്ഞതായിട്ട് കാണാം. നിർദ്ദേശമായിട്ടും താക്കീതായിട്ടും വസിയ്യത്തായിട്ടുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം നന്നായി ജീവിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്വാനം ചെയ്തത് ഹദീസ് കിതാബുകളുടെ താളുകളിൽ വിശാലമായി കിടക്കുകയാണ്. ഒരു വേള ഒരു സ്വഹാബി വര്യൻ തിരുമുന്നിൽ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഔസ്വിനി, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അവിടുന്ന് എന്നോടൊരു വസിയ്യത്ത് പറഞ്ഞാലും അങ്ങാ പറഞ്ഞു തരുന്ന വസിയ്യത്ത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ വേണ്ടി
അവിടുന്നൊരു വസിയ്യത്ത് പ്രത്യേകമായി എന്നോട് പറയൂ, ഞാനത് സ്വീകരിക്കാം, അനുസരിക്കാം റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ സാധാ വഅള് പോലെയല്ല, സാധാരണ ഒരു ഉപദേശം പോലെയല്ല ഈ വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അത് നിർദ്ദേശങ്ങളിൽ കാര്യഗൗരവമായി പറയുന്നതും കേൾക്കുന്നതുമായ ഒന്നാണ് വസിയ്യത്ത്. മരണമൊഴികളൊക്കെയാണല്ലോ സാധാരണ വസിയ്യത്തായി നമ്മൾ ഗണിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഈ സ്വഹാബിയോട് പറഞ്ഞു, വസിയ്യത്ത് ചോദിച്ച സ്വഹാബിയോട് പറഞ്ഞു, ആദ്യമായി പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസു കുൻത. എനിക്ക് മോനോട് പറയാനുള്ള വസിയ്യത്ത്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഹൈസു കുൻത, നീ എവിടെയായാലും. സാധാരണ പള്ളിയിലും പള്ളിപ്പറമ്പിലും ആവുമ്പോൾ ഒരു തഖ്വ എനിക്കും നിങ്ങൾക്കൊക്കെ വരും. പള്ളിയിൽ വരുമ്പോൾ ഒരു ഒതുക്കം വരും. പള്ളിപ്പറമ്പിൽ വേണ്ടപ്പെട്ടവരെ അടക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ സിയാറത്തിന് പോകുമ്പോൾ, പടച്ചോനെ 2 മീസാൻ കല്ലുകൾ മാത്രം സ്മാരകമായി എൻ്റെ ഉപ്പ ഇതാ, എൻ്റെ ഉമ്മ ഇതാ, എൻ്റെ കൂടപ്പിറപ്പിതാ, ഈ നാട്ടിലെ കാരണവന്മാരിതാ, ഇന്നല്ലെങ്കിൽ നാളെ 2 മീസാൻ കല്ലുകളുടെ താഴെ ഞാനും. ഒരു ഭക്തിയൊക്കെ വരും പള്ളിയിലും പള്ളിപ്പറമ്പിലൊക്കെ. അതുപോരാ, ഹൈസു കുൻത, നീ എവിടെയായിരുന്നാലും, കമ്പോളത്തിലായിരുന്നാലും കവലയിലായിരുന്നാലും എവിടെയായിരുന്നാലും, ഇത്തഖില്ലാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം മോനെ. ആ സ്വഹാബി അത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് തിരിച്ചു പോകാതെ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് സിദ്നി, ഇത് ഞാൻ അംഗീകരിച്ചു, ഒരിച്ചിരി കൂടെ വസിയ്യത്ത്. സിദ്നി, എന്നോട് ഒന്നുകൂടെ അധികമായി വസിയ്യത്താക്കു റസൂലേ. അപ്പോൾ രണ്ടാമതായി പറഞ്ഞത്, അത്ബിഇ സയ്യിഅത അൽ ഹസനത തംഹുഹാ. മോനെ, മനുഷ്യ സഹജമായ നിലയ്ക്ക് അറിഞ്ഞും അറിയാതെയും ചില പാപങ്ങളിൽ ജീവിതത്തിൽ വീണുപോകും. അങ്ങനെ തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ അത്ബിഇ സയ്യിഅത അൽ ഹസനത, ഒരു കുറ്റം സംഭവിച്ചാൽ ഉടനെ ഒരു നന്മ ജീവിതത്തിൽ കൊണ്ടുവരിക. തംഹുഹാ, വന്നുപോയ ആ കുറ്റത്തെ മായിച്ചു കളയാൻ അതുവഴി സാധ്യമാകും സഹോദരാ. ദേഹത്തിൽ അഴുക്ക് വീഴുമ്പോ അപ്പ കഴുകി വൃത്തിയാക്കിയാൽ നീറ്റായിട്ട് പോവാലോ. ഇതുപോലെ ഒരു കുറ്റം സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യുക. തംഹുഹ, അങ്ങനെ ആ പാപത്തെ മായിച്ചു കളയാൻ ശ്രമിക്കുക. ഇതും കേട്ട സ്വഹാബി അവസാനിപ്പിച്ചില്ല, സിദ്നി, ഒന്നുകൂടെ, ഇതൊക്കെ ഞാൻ സ്വീകരിക്കും, ഞാൻ അത് വിധം ജീവിക്കുകയും ചെയ്യും. സിദ്നി, ഇച്ചിരി കൂടി. അപ്പോൾ ആരംഭപ്പൂവായ മുത്ത് റസൂൽ പറഞ്ഞത്, ഇനി ഞാൻ പറയുന്ന ഒന്നുകൂടെ, അതു മതി മോനെ വിജയത്തിന്. അതു നീ ജീവിതത്തിൽ പാലിച്ചാൽ നിനക്ക് ഇഹത്തിലും പരത്തിലും ഉന്നതമായ വിജയമാണ്. അതെന്താണെന്നറിയോ? ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. സാമൂഹ്യ ജീവിയായ മനുഷ്യർ, നീ ജനങ്ങളുമായിട്ട് മിങ്കിളായി പോകേണ്ടി വരും, ഇടപഴകേണ്ടി വരും. അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, സംവദിക്കുമ്പോൾ, കൂട്ടുകൂടുമ്പോൾ, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, സൽസ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് വർത്തിക്കുക. ബസ്, മതി മോനെ, മതി. ഇത്രയും മതി ജീവിത വിജയത്തിന്. അവസാനം ഞാൻ പറഞ്ഞത്, നീ ശ്രദ്ധിച്ചോ, ജനങ്ങളോട് സൽസ്വഭാവത്തോടെ വർത്തിക്കുക, ഇടപഴകുക, ഇടപെടുക, ബന്ധപ്പെടുക, അതു മതി വിജയത്തിന്. വസിയ്യത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മഹാനരായ പ്രസിദ്ധ സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സുന്ദരനാണ്, നല്ല ഗ്ലാമർ ഉള്ള സ്വഹാബിയാണ് ജരീർ എന്നവര്. ആ സ്വഹാബി ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ സുന്ദരനും സുമുഖനുമായ ആ സ്വഹാബിയോട് റസൂലുള്ള പറഞ്ഞു,
ഇന്നകംറുഉൻ ഖദ് ഹസ്സനല്ലാഹു ഖൽഖക. ഓ, അല്ലാഹു നിനക്ക് മനോഹരമായ രൂപം തന്ന നല്ല മുഞ്ചുള്ള ആളാണു നീ, നല്ല ഭംഗിയുള്ള ആളാണ് താങ്കൾ. ഫഹസ്സിൻ ഖുലുഖക. ഇത് നിന്റെ വകയല്ല. ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയുണ്ടാവോ? തൽക്കാലം പുട്ടിട്ട് മൊഞ്ചാക്കാൻ പറ്റും, 4 വെയിലുണ്ടാ തീരുമല്ലോ. അത് ആർട്ടിഫിഷ്യൽ ഇടപാടാണല്ലോ, കൃത്രിമാണല്ലോ. എന്റെ മുഖം ഇങ്ങനെ ആകെ, എനിക്കൊരു പ്ലാനും ഇല്ല, എന്റെ വാപ്പാക്കും പ്ലാനില്ല, ഉമ്മാക്കും ഇല്ല. നിങ്ങൾ ഇങ്ങനെയായി, നിങ്ങൾക്ക് ഒരു റോളും അതിലില്ല. ജരീറെ ഇന്നകംറുഉൻ ഖദ് ഹസ്സനല്ലാഹു ഖൽഖക. ശരീരഘടന മൊഞ്ചാക്കി അള്ളാഹു താങ്കളെ പടച്ചിരിക്കുന്നു. അത് താങ്കൾക്ക് കിട്ടിയ ഒരു ഔദാര്യവും അനുഗ്രഹവും തന്നെയാണ്. ഫഹസ്സിൻ ഖുലുഖക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്വഭാവവും ഇതുപോലെ മൊഞ്ചാക്കണം. അത് നിങ്ങളെ ഡ്യൂട്ടിയാണ്. അത് അള്ളാന്റെ മേലെ ചാരിയിട്ട് പോകാൻ പറ്റൂല. ഫഹസ്സിൻ ഖുലുഖക. താങ്കൾ താങ്കളുടെ സ്വഭാവം നന്നാക്കണം. താങ്കൾ സൽസ്വഭാവിയായി മാറണം. എന്തുകൊണ്ട്? അഹ്സനുന്നാസി വജ്ഹൻ അഹ്സനുഹും ഖുലുഖാ. ഏറ്റവും നല്ല മുഖഭംഗിയുള്ള ആള്, ഏറ്റവും വലിയ ഗ്ലാമർ താരം ആരാണെന്നറിയോ? മുഖഭംഗിയുള്ള ആളല്ല, ഷെയ്പ്പുള്ള ആളല്ല. അഹ്സനുഹും ഖുലുഖാ. നിങ്ങളുടെ കൂട്ടത്തിലെ സൽസ്വഭാവികളാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഗ്ലാമറുള്ള ഭംഗിയുള്ള ആളുകൾ. ഏറ്റവും മൊഞ്ചുള്ള ആള് എന്ന് പറഞ്ഞ ആരാണ്? റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ്? നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. ശരിയല്ലേ? ഒരാൾ അടിപൊളി ആളാ, നല്ല വടിവൊത്ത ശരീരം, കണക്കിനുള്ള കളറ്, മനോഹരമായ മുഖം, നല്ല ഫിഗറ്, നല്ല പൗരുഷം, അടിപൊളി ആളാ. അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ട സൗന്ദര്യമൊക്കെ ഉണ്ട്. പക്ഷെ മെനക്കെട്ട സ്വഭാവമാണെങ്കിൽ ഒരാൾക്ക് ആ മുഖത്തൊന്ന് നോക്കാനോ ആ ആളുടെ അടുത്തേക്കൊന്ന് ചേർന്ന് നിൽക്കാനോ ഇഷ്ടം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആള് വിരൂപിയാണ്, കാണാൻ കൊള്ളൊന്നുമില്ല. ഒരു തരം നീഗ്രോ ടൈപ്പാണ്, കാണാൻ കൊള്ളൂല, വിരൂപിയാണ്. പക്ഷെ ആള് എക്സ്ട്രാ ഡീസന്റ് ആണ്, നല്ല സൽസ്വഭാവിയാണ്. എന്നാൽ ആ ആളെ കാണാനോ ആ ആളോട് ചേർന്ന് നിൽക്കാനോ ആഗ്രഹം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ നല്ല മാമ്പഴത്തിന്റെ സീസൺ ആണല്ലോ. ഫ്രൂട്ട്സ് കടയിലൊക്കെ ഇഷ്ടം പോലെ മാമ്പഴം കിട്ടും. കഴിഞ്ഞ ആഴ്ച ഞാനൊരു പടല് വിട്ടു. 1ാം നമ്പർ കിളിച്ചുണ്ടൻ മാമ്പഴാണ്, നല്ല മധുരമുണ്ട്, വിലച്ചിരി കുറവുണ്ട് എന്ന് കടക്കാരൻ പറഞ്ഞു. മേടിച്ചു. കാണാൻ നല്ല ഷേപ്പ്, നല്ല മുഴുത്ത മാമ്പഴം. വീട്ടിൽ കൊണ്ടുപോയി വെട്ടി വെക്കുമ്പോൾ ഉള്ളിൽ മുഴുവൻ പുഴുക്കുത്ത്. പുഴു കുത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? എന്നാ ബാഹ്യം മൊഞ്ചാണ്. എന്നാ ചില മാമ്പഴം കാണാ, കുത്ത് കാണാ, വര കാണാ, കറുത്ത കളറൊക്കെ കാണാ. അത് വെട്ടിയാലോ തേനിനേക്കാൾ മധുരമായിരിക്കും. ഇവിടെ ഏതാ നമ്മൾ മേടിക്കുക? നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഏതാ? ആ ബാഹ്യ ഭംഗിയുള്ളതാണോ അല്ലേ? പല യുവാക്കളും വെട്ടിൽ വീണ കേസാണിത്. എന്ത്? കല്യാണം ആലോചിക്കുമ്പോ ഇപ്പോ പയ്യന്മാരൊക്കെ ഏതാണ്ട് ഒരു പരുവത്തിലായിട്ടുണ്ട്. കാരണം പെൺപിള്ളേരെ കിട്ടണില്ല. സത്യാണ്, കുറവാണ് പെൺപിള്ളേരെന്ന് മാത്രമല്ല, ഉള്ള പെൺപിള്ളേര് പറയാ ഇപ്പൊ വേണ്ട. എത്ര വയസ്സ്? 22ആയി. അപ്പൊ ഡിഗ്രി കഴിഞ്ഞില്ലേ മോളെ, ഇച്ചിരിയും കൂടിയും പഠിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? പഠിപ്പിക്കന്നെ. എല്ലാ പഠനവും കഴിഞ്ഞാൽ ജോലി ആവട്ടെ അറിയും. ജോലിക്ക് ഇറക്കുന്ന സമയത്ത് പറയാ ഫ്രീഡം നഷ്ടപ്പെടും, സ്വാതന്ത്ര്യം, കല്യാണം വേണ്ട. നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ പെൺപിള്ളേര് മിക്കവാറും ഇത് സൗദിയിലെ പോലെ ആകും. പെൺകുട്ടിന്റെ തന്ത പറയും ഒരു 10 ലക്ഷം റുപ്യന്റെ താട്ട് മഹറായിട്ട് എന്നാ മോളെ തന്നേക്കാം, അങ്ങോട്ടാ പോകുന്നത്. അങ്ങനെ ആവട്ടെ. പെണ്ണിനെ കുറിച്ച് നിലവാരം കുറെ കാലിക്കച്ചവടം ചെയ്തതാണല്ലോ ഈ കല്യാണത്തിന്റെ പേരിൽ. പൊതുവെ യുവാക്കൾ സൗന്ദര്യത്തിന്റെ പിറകെ എന്താ ഡിമാൻഡ്? സുന്ദരിയാണോ? തറവാട് വിഷയമൊന്നല്ല, സമ്പത്തും വിഷയമല്ല, വിദ്യാഭ്യാസം അതൊന്നും വിഷയമല്ല, എനിക്ക് സുന്ദരിയാകണം. അങ്ങനെ സുന്ദരി പെൺകുട്ടിയെ കണ്ട് കല്യാണം തീരുമാനിച്ച് ആവേശത്തോടെ ആഘോഷപൂർവം കല്യാണം കഴിഞ്ഞ് 3ാം മാസം ട്രിപ്പിൾ ത്വലാക്ക്, മുത്തലാക്കും ചൊല്ലി എന്നുള്ള വാർത്ത. എന്തോടോ പറ്റിയത്? മെനകെട്ട സ്വഭാവം. എൻ്റെ അടുത്തൊരു പയ്യൻ ഈ ഇടെ പറഞ്ഞു, ഒരു മസ്ലഹത്ത്
വേദിയിൽ ഇരുന്നതാണ്. കല്യാണം കഴിഞ്ഞ് ഇച്ചിരി നാൾ ഒരുമിച്ച് ജീവിച്ചതാണ്. ഇതൊന്ന് യോജിപ്പിക്കാൻ വേണ്ടി രണ്ട് പക്ഷത്തു നിന്നും ആളുകളും പണ്ഡിതന്മാരും ഇരുന്ന് സംസാരം തുടങ്ങിയപ്പോൾ, യോജിപ്പിന്റെ സംസാരം തുടങ്ങിയപ്പോൾ പയ്യൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഉസ്താദെ ദയവായി അവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കരുത്, എനിക്കവളോട് വെറുപ്പ് മാത്രമല്ല അറപ്പ് കൂടിയാണ്. അറപ്പ് എന്ന് പറഞ്ഞാൽ ഈ വൊമിറ്റിംഗ് ടെൻഡൻസി, ഛർദിക്കാൻ വരുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. അവളെ കാണുമ്പോൾ അറപ്പ് മാത്രമല്ല വെറുപ്പും. ഞാൻ മനോഹരിയായൊരു പെൺകുട്ടി, എന്തേ കേസ് വെച്ചു, ഇങ്ങനൊരു മെനകെട്ട സ്വഭാവം എനിക്ക് താങ്ങൂല. പലരും പറയും അവൾക്ക് ഫോണിൽ പലരേറ്റും ബന്ധം. എന്ത് പറ്റിയത്? ബാഹ്യ ഭംഗിക്കല്ല പ്രസക്തിയുള്ളത്. ഇങ്ങനെ ഒരെണ്ണം വീട്ടിലേക്ക് കയറി വന്നാൽ ചിലപ്പോൾ മൊത്തം ജീവിതം കുളം തോണ്ടും. അതൊരു ദുശകുനമാണ്. ശകുനം നമുക്കില്ലല്ലോ, ശകുന നോട്ടം നമുക്കില്ലല്ലോ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ശകുനം ഉണ്ടെങ്കിൽ 3 കാര്യത്തിലുള്ളത്. ഫിദ്ദാരി വൽ മർഅത്തി വൽ ഫർസി. ചില വീട്, ആ വീട്ടിൽ കയറിയാൽ പിന്നെ ഗുണം പിടിക്കില്ല, അങ്ങനെ സംഭവം ഉണ്ട്. അതുപോലെ ചില വാഹനം, ആ വാഹനം തട്ടിമുട്ടായിരിക്കും, അത് ഒഴിവാക്കുക നല്ലത്. അതുപോലെ ദുസ്വഭാവിയായ പെണ്ണ്, ജീവിത പങ്കാളി. പൊതുവെ നമുക്കതില്ല, പാടില്ലാത്ത കാര്യമാണ്. മറ്റു ചില വിശ്വാസക്കാരൊക്കെ, ഞാൻ നിന്നെ കണ്ടത് എനിക്ക് ദുശകുനം, നീ എന്നെ കണ്ടത് നിനക്ക് ദുശകുനം. രാജാവ് വേട്ടക്ക് പോവാണ്. വേട്ടക്കുള്ള യാത്രക്ക് ഇറങ്ങിയപ്പോ ഒരു അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനായ ഒരാളെ കാണുകയാണ്. ഛേ, ഈ നല്ലൊരു യാത്രക്ക് ഇറങ്ങിയ നേരത്തെ നിന്നെയാണല്ലോ കണി കണ്ടത്, ഇവനെ പിടിച്ച് തുറങ്കിലടക്കൂ, രാജാവിന്റെ ഉത്തരവ്. അപ്പൊ അവൻ ജയിലിലായി. വേട്ടക്കുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കുശലമായി യാത്ര ചെയ്യുന്നു. സുലഭമായി വേട്ട ജന്തുക്കളെ കിട്ടിയ ഒരു മുമ്പൊന്നുമില്ലാത്ത ബറക്കത്തുള്ള യാത്ര. തിരിച്ചു വന്നിട്ട് രാജാവ് പറഞ്ഞു, ഇവനെ കണ്ടത് സത്യത്തിൽ ദുശകുനമല്ല, നമുക്ക് ശുഭമായിരുന്നു, അതുകൊണ്ട് അവനെ മോചിപ്പിക്കൂ. അവൻ ജയിലിന്റെ ഡോറും കടന്നു വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, എന്നെ കണ്ടത് താങ്കൾക്ക് ശുഭകരമായിരുന്നു എങ്കിൽ അന്നത്തെ രാവിലെ പ്രഭാതത്തിൽ താങ്കളുടെ മുഖം കണ്ടത് എനിക്ക് ദുശകുനമായിരുന്നു, എനിക്കൊരാഴ്ച ജയിൽ കിട്ടി. ഇത് നമുക്ക് അങ്ങനെ ഒരാളെ കണ്ടാലും കണ്ടില്ലെങ്കിൽ അതൊന്നുമില്ല. പക്ഷെ റസൂലുള്ള പറയാ, ദുശകുനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അത് ദുസ്വഭാവത്തിലാണ്. ദുശകുനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദുസ്വഭാവമാണെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് മോശം സ്വഭാവം പെണ്ണെന്ന് മാത്രമല്ല, കച്ചവടം ചെയ്യുമ്പോൾ പങ്കാളിയായിട്ട് നോക്കുകയാണെങ്കിൽ ആള് ഡീസന്റ് ആണോ, സ്വഭാവം നന്നോ നോക്കിയിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ആ കച്ചവടം മാത്രമല്ല, ജീവിതം തന്നെ കോഞ്ഞാട്ടയാകും. കാരണം ദുശകുനം സൂഉൽ ഖുലുഖി, ദുസ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇതൊരു വലിയ പോയിന്റാണ് മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇന്ന മിൻ ഖിയാരിക്കും, തീർച്ചയായിട്ടും നിങ്ങളിലെ ഉത്തമർ, തീർച്ചയായിട്ടും നിങ്ങളിലെ ഉത്തമർ 5 നേരം ജമാഅത്തിന് വരുന്നവർ എന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ, ഹജ്ജ് ചെയ്തവർ, ഉംറ എമ്പാടും ചെയ്തവർ, സാമൂഹ്യ രംഗത്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ എന്നൊന്നുമല്ല അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്. ഇന്ന മിൻ ഖിയാരിക്കും, തീർച്ചയായിട്ടും മുസ്ലിം സമുദായമേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരെന്ന് നിങ്ങൾക്ക് കേൾക്കണമോ? ഖിയാറുക്കും അഖ്ലാഖ, അഹാസിനക്കും അഖ്ലാഖ, അഹാസിനക്കും അഖ്ലാഖ. നല്ല സ്വഭാവക്കാർ ആരുണ്ടോ അവരാണ് നിങ്ങളിലെ ഉത്തമർ. അള്ളാഹുവിന് ഇഷ്ടം അവരെയാണ്, എനിക്കിഷ്ടം എന്റെ ഉമ്മത്തിലെ ഉന്നതർ, മാന്യന്മാർ അവരാണ്. തുടർന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ സൽസ്വഭാവികളെ നരകം സ്പർശിക്കുന്ന തൊടുന്ന പ്രശ്നമില്ല, അള്ളാഹു കാത്തിരക്ഷിക്കും. അതുകൊണ്ട് സമൂഹമേ, റസൂലുള്ളാഹി തങ്ങളുടെ ഉപദേശം, സമൂഹമേ, ഇന്നകും ലം തസഉന്നാസ ബിഅംവാലികും ഫസഊഹും ബിബസ്തിൽ വജ്ഹി വഹുസ്നിൽ ഖുലുഖി. ഇന്നകും ലം തസഉന്നാസ ബിഅംവാലികും, നിങ്ങൾക്കെല്ലാവർക്കും ജനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. കഴിയോ? ഇന്നത്തെ കാലത്തൊക്കെ ജീവിക്കാൻ എന്താ ചെലവ്?
സ്വന്തം കാര്യം കുടുംബത്തിന്റെ കാര്യം നോക്കണമെങ്കിൽ തന്നെ വരുമാനം കുറവ്, ചെലവാണെങ്കിൽ കൂടുതൽ. അത് കഴിഞ്ഞ് മിച്ചുണ്ടെങ്കിൽ അല്ലേ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി പറയാ, ഇന്നക്കും ലൻ തസഉന്നാസ ബി അംവാലിക്കും, എല്ലാ ഘട്ടങ്ങളിലും വേളകളിലും സാമ്പത്തികമായി ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷത്തിന് എപ്പോഴും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും കഴിയൂല. എന്നാൽ എല്ലാവരും ചെയ്യേണ്ടുന്ന ഒന്ന്, ഫസഊഹും, നിങ്ങൾ ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം, ജനങ്ങളോട് വിശാലമായി പെരുമാറണം. എങ്ങനെ? കയ്യിൽ പണമില്ലെങ്കിൽ ബിബസ്തുൽ വജ്ഹി വഹുസ്നിൽ ഖുലുഖി, വിടർന്ന മുഖം, സന്തോഷമുള്ള മുഖം കൊണ്ട് ആളുകളെ ഡീല് ചെയ്ത് സൽസ്വഭാവത്തോടുകൂടെ വർത്തിച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ എതിരേറ്റാൽ, ജനങ്ങളോട് നിങ്ങൾ പെരുമാറിയാൽ അത് സാമ്പത്തിക ദാനത്തിന് കിടപിടിക്കുന്ന തത്തുല്യമായ പുണ്യകർമ്മമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മളെ പാപങ്ങളൊക്കെ ഉരുകി ഒലിച്ചു എന്നാ പറഞ്ഞത്. ഉദാഹരണത്തിലൂടെ പറയുന്നത്, قال رسول الله صلى الله عليه وسلم إن حسن الخلق ليذيب الخطيئة, നിങ്ങളുടെ സൽസ്വഭാവ പെരുമാറ്റങ്ങൾ നിങ്ങളിലെ പാപങ്ങളെ ഉരുക്കിക്കളയും. ഏതുപോലെ? കമാ തുദീബു ശംസു അൽ ജലീദ, സൂര്യൻ ഹിമക്കട്ടയെ, ഐസ് കട്ടയെ ഉരുക്കുന്നത് പോലെ. വലിയ ഐസ് കട്ടനായിക്കോട്ടെ, വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറോ സമയമോ കഴിഞ്ഞാൽ അത് അലിഞ്ഞില്ലാതെ ആയി പോവില്ലേ? നിങ്ങളെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും സൽസ്വഭാവം അതിനെ ഉരുക്കിക്കളയും. കാര്യമായിട്ട് മരിച്ചു എന്നിട്ട് ഒന്നും അക്കൗണ്ടിൽ സുന്നത്തൊന്നുമില്ല, ഫർദ് ഒപ്പിച്ച് മാത്രം, അതന്നെ കുറെ ഡാമേജ് ഒക്കെ ഉണ്ട്. എന്നാൽ ആള് സൽസ്വഭാവിയാണെങ്കിൽ അവിടെ രക്ഷപ്പെടുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വഹാബാക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. റഅയ്തുൽ ബാരിഹത അജബ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, ഞാൻ ഇന്നലെ ഒരു അത്ഭുതം കണ്ടു. എന്താ അത്ഭുതം? റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി യഅതി അലാ റുക്ബതിഹി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ മുട്ടിലിഴഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരികയാണ്. നേരെ നിവർന്ന് നിൽക്കാനുള്ള അമലൊന്നുമില്ല, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മുട്ടിലിഴഞ്ഞുകൊണ്ടൊരാൾ വരുന്നു, എന്റെ ഉമ്മത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ. വബൈനഹു വബൈനല്ലാഹി ഹിജാബുൻ, അള്ളാഹുവിന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ ഒരു മറയുണ്ട്. റബ്ബിന്റെ ലിഖാഇന് തടസ്സമായ മറ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനാകാത്ത വിധം ഒരു മറ. അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന സമയം എന്താ ചെയ്യാ? അള്ളാഹുവിലേക്ക് എത്താൻ ആ മറ തടസ്സമാണ്. നിവർന്ന് നിൽക്കാനുള്ള സ്റ്റാമിന. ഇവിടെ നല്ലോണം ഭക്ഷണം കഴിച്ചാലല്ലേ നിവർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. പരലോകത്ത് നിവർന്ന് നിൽക്കാനുള്ള ഫുഡ് എന്താണ്? തഖ്വയാകുന്ന എനർജിയാണ്. അമലുസാലിഹാത്തിന്റെ എനർജി കുറവ് മുട്ടിലുള്ളത്. അങ്ങോട്ട് അള്ളാന്റെ ലിഖാ, റബ്ബിനെ ദർശിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഫജാഅ ഹുസ്നു ഖുലുഖിഹി, ഇയാള് ദുനിയാവിൽ സൽസ്വഭാവിയായിരുന്നു. ആ സൽസ്വഭാവം വന്നുകൊണ്ട് ഫഅദ്ഖലഹു അലല്ലാഹി തആല, ഈ മനുഷ്യനെ മറഭേദിച്ചുകൊണ്ട് റബ്ബിന്റെ തിരുമുഖം കാണാൻ കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗം ഇന്നലെ ഞാൻ കണ്ടു. സ്വഹാബത്തെ നോക്കൂ നിങ്ങൾ, എന്താണ് അള്ളാന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? ആ മനുഷ്യന്റെ ഡീസന്റ് സ്വഭാവം അത് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ നമ്മൾ കുറെ ആഴ്ചയല്ലോ ഈ വയല് പറയാൻ തുടങ്ങിയിട്ട്. ഏത് വയല്? സൽസ്വഭാവത്തിന്റെ വയല്. അത് കേട്ടിട്ട് പലരും ചന്തയിലും കവലയിലൊക്കെ അങ്ങനെ നല്ല ചിരിയൊക്കെ ഉണ്ട്. അത് ഉൾക്കൊണ്ടിട്ട് കുഴപ്പമില്ല, നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ സൽസ്വഭാവ പെരുമാറ്റ രീതികളുടെ തുടക്കം കുറിക്കേണ്ടത് ഞാനും നിങ്ങളും അങ്ങാടിയിലല്ല, കൂട്ടുകാർക്കിടയിലല്ല. ആദ്യം പ്രഥമവും പ്രധാനവുമായിട്ട് നമ്മുടെ വീട്ടിലാണ്, കുടുംബത്തിലാണ്. എനിക്കൊരു സൽസ്വഭാവിയായി നാട്ടുകാരെ മുന്നിൽ ഒപ്പിക്കണമെങ്കിൽ ഒന്ന് മസിൽ പിടിച്ചാൽ മതി. ആളെ കാണുമ്പോൾ മസിൽ പിടിച്ച് ഒപ്പിച്ചാൽ മതി. പക്ഷെ വീട്ടിലെപ്പോഴും മസിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? എന്റെ തനിനിറ അവിടെ ആവൂലേ? ഒരാൾ ഉത്തമനാകുന്നതും സൽസ്വഭാവിയാകുന്നതും ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, ഒരാൾ
ഉത്തമനാകുന്നത് തന്റെ കുടുംബത്തിൽ ഉത്തമനായിക്കൊണ്ടാണെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. വീട്ടിൽ കടിച്ചു കീറുന്ന സ്വഭാവം, മെനകെട്ട സ്വഭാവം, പിള്ളേരോടും കുട്ടികളോടും ഒക്കെ മോശം, നാട്ടിലെ നല്ല ആള് ശരിയാവില്ല. അവിടെ തുടങ്ങണം. അവക്കടെ ദുസ്വഭാവം കൊണ്ടാ, പിള്ളേര് തല തിരിഞ്ഞതുകൊണ്ടാ. എത്ര തല തിരിഞ്ഞാലും ആദർശ ശത്രുക്കളാണെങ്കിൽ പോലും ഭാര്യാസന്താനങ്ങൾ ഇസ്ലാമിനോട് വിരോധമുള്ള ആളുകളാണെങ്കിൽ തന്നെയോ അടിച്ചൊതുക്കാനോ അടിച്ചു കീഴടക്കാനോ ഇതിനൊന്നും നോക്കാൻ പാടില്ല. സൂറത്തു തഗാബുനിന്റെ 14-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവല്ലക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യാസന്താനങ്ങളിൽ തന്നെ നിങ്ങളുടെ ആദർശ ശത്രുക്കൾ ഉണ്ടാവും. ഫഹ്ദറൂഹും, നിങ്ങൾക്ക് ജാഗ്രത വേണം. നിങ്ങളുടെ ഈമാനും തൗഹീദും അമലുസ്വാലിഹാത്തും കെട്ടിയോള് തകർക്കുന്ന വിഷയത്തിൽ ജാഗ്രത വേണം. മക്കൾ തകർക്കുന്ന വിഷയത്തിൽ ജാഗ്രത വേണം. എന്ന് വെച്ച് അവരെ തലവെട്ടണ്ട, അവരെ അടിച്ചൊതുക്കും വേണ്ട. അല്ലാഹു പറയാ, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുക. എന്തിന്? കറിയിൽ ഉപ്പ് കുറഞ്ഞതിനുള്ള മാപ്പല്ല, ഇറച്ചിയുടെ വേവ് കുറഞ്ഞതിലുള്ള മാപ്പല്ല. ആദർശ ശത്രുവായ കാര്യത്തിൽ മക്കളോടും ഭാര്യമാരോടും കുടുംബത്തോടും മാപ്പ് കൊടുക്കൽ, വിട്ടുവീഴ്ച കാണിക്കൽ, പുറത്തു കൊടുക്കൽ, അതാണ് നല്ലത്. നിങ്ങളോടൊന്ന് സൽസ്വഭാവത്തോടെ ഇടപെട്ടാൽ അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുകയും നാളെ അവർ നന്നാകാൻ ഇടയാവുകയും ചെയ്യും. ഈ ആയത്തിറങ്ങിയതെപ്പോഴാ? മക്ക ജീവിതകാലത്ത് ഒരു പറ്റം മക്കക്കാരായ ആളുകൾ പുണ്യ റസൂലിന്റെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ മൊഴിഞ്ഞ് അവിടുത്തെ പ്രിയ സ്വഹാബാക്കളായി മാറിയപ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും ഓപ്പോസിറ്റാണ്, മുശ്രിക്കുകളിലാണ്. അവർ സത്യദീനിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ദീനിനെ അവർ ചോദ്യം ചെയ്തു, അല്ലാഹുവിന്റെ റസൂലിനെ അവർ തെറി വിളിച്ചു. ഈ സാഹചര്യത്തിൽ മഹാന്മാരായ സ്വഹാബാക്കൾ അവരെ അടിച്ചൊതുക്കാൻ രംഗത്ത് വന്നപ്പോ ഇറങ്ങിയ ആയത്താൻ വേണ്ട. നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുക, മാപ്പ് കൊടുക്കുക, പുറത്തു കൊടുത്താല് അല്ലാഹ് പൊറുക്കുമല്ലോ. എന്തു അല്ലാഹ് പൊറുക്കുമല്ലോ. നിങ്ങൾ മാന്യമായി ഇടപെടൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ സന്തത സഹചാരിയായി മദീന പള്ളിയിലെ തെരുവിൽ അന്തിയുറങ്ങി സുഫത്തിന്റെ അഹ്ലുകാരുടെ ലീഡറായി പരമദരിദ്രരായി ജീവിച്ച് ദീനു മാത്രം ലക്ഷ്യമാക്കി ജീവിച്ചു മരിച്ചുപോയ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഉമ്മ മുശ്രിക്കത്താണ്, അവിശ്വാസിയാണ്. ഉമ്മാന്റെ മുന്നിൽ ചെന്ന് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഉമ്മ അങ്ങ് ഇസ്ലാമിലേക്ക് വരണം, പുണ്യ റസൂലിനെ അംഗീകരിക്കണം. അവർ നിരസിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങളെ അസഭ്യം പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അള്ളാന്റെ റസൂലിനെ ചീത്ത പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പകരം അങ്ങോട്ടൊന്നും ചീത്ത പറഞ്ഞില്ല, ഉപദ്രവിച്ചില്ല ഉമ്മയെ. അള്ളാന്റെ റസൂലിനെ തെറി പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു മുസ്ലിമിന്റെ വികാര അണപൊട്ടും. ആ അണപൊട്ടൽ അത്ര വലിയ കുറ്റമൊന്നുമില്ല, കയ്യും കാലും വെട്ടലൊന്നും അല്ലെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവുമല്ലോ. ഉമ്മാനോട് മറുത്തൊന്നും പറഞ്ഞില്ല, ഉപദ്രവങ്ങളൊന്നും ഏൽപ്പിച്ചില്ല, പൊട്ടിക്കരഞ്ഞു സങ്കടം കൊണ്ട്. ആ കരച്ചിലോടെ റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് സങ്കടം പറഞ്ഞു, എന്റെ ഉമ്മാനെ ഞാൻ ദീനിലേക്ക് വിളിച്ചു, മറുപടി എനിക്കെന്റെ കാതുകൾക്ക് കേൾക്കാനാകാത്ത, എനിക്ക് അങ്ങയോട് പറയാനാകാത്ത അങ്ങയെക്കുറിച്ചുള്ള മോശം വാക്കുകളാണ് എന്റെ പെറ്റുമ്മ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ ഉമ്മായുടെ ഹിദായത്തിന് അങ്ങ് ദുആ ചെയ്യണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആദർശ ശത്രുക്കളാണെങ്കിലും നിങ്ങൾ വിട്ടുവീഴ്ച കാണിച്ച് മാപ്പ് കൊടുത്താൽ അല്ലാഹ് പൊറുക്കുന്നല്ലേ. എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണം. ഉടൻ അള്ളാന്റെ റസൂല് കരങ്ങൾ ഉയർത്തി, അല്ലാഹുമ്മഹ്ദി ഉമ്മ അബീ ഹുറൈറ, എന്റെ അബൂ ഹുറൈറാന്റെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ. ഒറ്റ ദുആ. എനിക്ക് ആശ്വാസായി. ആ കൈകൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് കൈ തട്ടൂല, ആ അപേക്ഷ അള്ളാഹ് നിരസിക്കില്ല. ഞാൻ പോയി വീട്ടിലേക്ക്. എന്റെ ചവിട്ടടികൾ കേട്ട ഉമ്മ
പടിക്കലെത്തിയ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ അവിടെ നിൽക്ക്, വാതിൽ തുറക്കാൻ ഇച്ചിരി സമയം നീ കാത്തു നിൽക്ക്, ഉമ്മച്ചി വരാം. ഞാനിങ്ങനെ അകത്തേക്ക് ചെവി പിടിച്ചു നോക്കുമ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നു. കുളിക്കായിരിക്കും ഉമ്മച്ചി. കുളിക്കട്ടെ. ഞാൻ വെയിറ്റ് ചെയ്തു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഉമ്മാന്റെ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എൻ്റെ മുന്നിൽ വന്ന് സാക്ഷ തുറന്ന് വാതിൽ തുറന്ന് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഞാൻ ഉമ്മയോട് മറുപടി ഒന്നും പറഞ്ഞില്ല. എൻ്റെ കരച്ചിൽ വീണ്ടും എനിക്ക് വന്നു. ആദ്യത്തെ കരച്ചിൽ അത് സങ്കടം കൊണ്ടുള്ള കരച്ചിലായിരുന്നു, ഇപ്പൊ സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ. ഞാൻ അപ്പം തന്നെ ഓടി തിരുസവിധത്തിലേക്ക്, യാ റസൂലല്ലാ, എൻ്റെ ഉമ്മയെ കിട്ടിയിരിക്കുന്നു, അവർക്ക് ഹിദായത്ത് വന്നിരിക്കുന്നു, അവർ ഷഹാദത്ത് മൊഴിഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. നോക്കൂ നിങ്ങൾ, സൽസ്വഭാവം. നമ്മുടെ മക്കൾ റോങ് ആയിരിക്കാൻ ചിലപ്പോൾ വീട്ടിൽ വാതിലടച്ചിട്ടൊരു ചൂരൽ ഒടിയോളം അങ്ങോട്ട് പൊട്ടിച്ചു, നല്ല ചീത്തയും പറഞ്ഞു. മാപ്പാനോടുള്ള ദേഷ്യം മൊത്തത്തിൽ ഈ കുട്ടി വൈലന്റ് ആവും. എന്നാൽ ആ റോങ് ചെയ്താൽ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, ഒന്ന് കണ്ണീരൊഴുക്കിയിട്ട്, ഒന്ന് തലോടി നെറുകയിൽ കൈവച്ച്, വാപ്പച്ചിന്റെ മോൻ അങ്ങനെ ചെയ്യുന്നത് വാപ്പച്ചിക്ക് സഹിക്കാൻ പറ്റൂല എന്നൊന്ന് പറഞ്ഞാൽ ആ 10 അടി കൊടുക്കുന്നതിലേറെ എഫക്റ്റ് ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഉണ്ടാവില്ലേ? ഏത് തിന്മയെയും സൽസ്വഭാവം കൊണ്ട് കൈകാര്യം ചെയ്യാനാകും. സൽസ്വഭാവം കൊണ്ടുള്ള നേട്ടം ദുന്യാവിലെയും ആഖിറത്തിലെയും നേട്ടങ്ങളാണ്. ഉമ്മു ഹബീബ ബീവി, റസൂലുള്ളാന്റെ പ്രിയതമകളിൽപ്പെട്ട ഭാര്യമാരിൽപ്പെട്ട ഉമ്മുൽ മുഅ്മിനീനായ ഉമ്മു ഹബീബ ബീവി റസൂലിനോട് ചോദിച്ചല്ലോ, റസൂലേ, ഒരു പെണ്ണിനെ ഒരാൾ ആദ്യം നിക്കാഹ് ചെയ്തു, ആ ഭർത്താവ് മരിച്ചു. അങ്ങനെ അതിന്റെ ഇദ്ദയൊക്കെ കഴിഞ്ഞ് 4 മാസവും 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ വേറൊരാൾ ആ പെണ്ണിനെ കെട്ടി. രണ്ടാമത്തെ ആളെ കൂടെ മനോഹരമായിട്ട് ആ പെണ്ണ് ജീവിച്ചു. ഈ 3 ആളും മരിച്ചുപോയി. ആദ്യം കെട്ടിയോ ഒഴിവാക്കിയ ആളും പോയി, രണ്ടാമത്തെ ഭർത്താവും, അങ്ങനെ ആ പെണ്ണും മരിച്ചുപോയി. 3 ആളും മരിച്ചുപോയാൽ പരലോകത്ത് ഈ പെണ്ണ് ആരുടെ മണവാട്ടിയായിരിക്കും? നല്ല ചോദ്യ. ഉമ്മു ഹബീബ് അത് ചോദിക്കാൻ കാരണം എന്താ? റസൂലുള്ളാന്റെ കെട്ടിയോളാ. ഇപ്പോ മുമ്പ് അവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. അവർ മരിച്ചതിന് ശേഷമാണ് ആ വിധവയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നത്. അപ്പൊ ചോദ്യം എന്താണ്? 2 ഭർത്താക്കന്മാർ, ഒരാൾ മരിച്ചു അല്ലെങ്കിൽ തൊലാക്ക് ചൊല്ലിപ്പോയി, രണ്ടാമതൊരു ഭർത്താവ് വന്നു. ഏത് ഭർത്താവിന്റെ മണവാട്ടിയായിരിക്കും സ്വർഗത്തിൽ? റസൂലുള്ളാഹി പറഞ്ഞു, ലി അഹ്സനിഹിമാ ഖുലുഖൻ ഫിദ്ദുനിയ. ഈ 2 ഭർത്താവിന്റെ കൂടി ഈ പെണ്ണ് ജീവിച്ചല്ലോ. ഏറ്റവും നല്ല സ്വഭാവത്തോടെ ഏത് ഭർത്താവാണ് ഈ പെണ്ണിനോട് കൂടെ ജീവിച്ചത് എന്നുവെച്ചാൽ ഞാൻ ഉണ്ടാവും തന്നെയാണ് അതിനർത്ഥം. ഏറ്റവും നല്ല സ്വഭാവം ഏത് ഭർത്താവാണ് അവളോട് കാഴ്ചവെച്ചതെങ്കിൽ അവരുടെ കൂടെയായിരിക്കും സ്വർഗത്തിലെന്ന് തുടർന്ന് റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉമ്മ ഹബീബ, ഉമ്മു ഹബീബ, സൽസ്വഭാവം എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ, അത് ദുന്യാവിലെയും ആഖിറത്തിലെയും സർവ്വ നേട്ടങ്ങളും കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ദുന്യാവില് ധാരാളം നേട്ടമുണ്ട്. ആള് ഡീസന്റ് ആയാലേ, ഏത് ജാതി ആയിക്കോട്ടെ ആ മനുഷ്യന് മാർക്കിടൂലേ സൽസ്വഭാവിയാണെങ്കിൽ? എന്നാ റോങ് ആണെങ്കിലോ ഇയാൾ 16 ഹജ്ജ് ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടാവോ? റമളാന്റെ പുറമെ അനുവദിക്കപ്പെട്ട ദിവസം ഒക്കെ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവോ? ആർക്കെങ്കിലും പലപ്പോഴും 10 റുപ്യ കൊടുത്തുകൊണ്ട് കാര്യം ഉണ്ടാവോ? അതുകൊണ്ട് ദീനിന്റെ ബേസാണ്, ഈമാനിന്റെ റൂഹാണ് സൽസ്വഭാവം. നമ്മളത് ആർജിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ നമുക്ക് തുടർന്ന് സംസാരിക്കാം. സന്ദർഭോചിതമായി